ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു മാസം എന്തോ ആയിട്ടുണ്ട് നമ്മുടെ ലാസ്റ്റായിട്ട് ലോങ് വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ട്. അപ്പോൾ ഞാൻ ലാസ്റ്റ് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തപ്പോൾ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു സർപ്രൈസ് ഉണ്ട്, അത് ഉടനെ തന്നെ എല്ലാവരോടും ഞാൻ റിവീൽ ആക്കും എന്നുള്ളത്. അപ്പോൾ ആ ഒരു സർപ്രൈസ് എന്താണെന്ന് നിങ്ങളെല്ലാവരും, അതായത് എൻ്റെ സബ്സ്ക്രൈബേഴ്സൊക്കെ അറിഞ്ഞെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. വേറെ ഒന്നുമല്ല, എൻ്റെ കല്യാണമായിരുന്നു കേട്ടോ. ഞാൻ ഇതേവരെ വേറൊരു രീതിയിലും അത് റിവീൽ ചെയ്തിട്ടില്ല. നമ്മൾ ഇൻസ്റ്റാഗ്രാം വഴിയോ അല്ലെങ്കിൽ യൂട്യൂബിലൂടെയോ ഒന്നും ഞാൻ ഡേറ്റോ കാര്യങ്ങളോ ഒന്നും റിവീൽ ചെയ്തിട്ടില്ലായിരുന്നു. അപ്പോൾ എൻ്റെ ഹൽദി ആ ഒരു ഡേറ്റിൻ്റെ തലേ ദിവസം, അത് നവംബർ 28 തലേ ദിവസം, 27 ഞാൻ സത്യം പറഞ്ഞാൽ റിവീൽ ചെയ്യുന്നത്. ഞങ്ങളുടെ സേവ് ദ ഡേറ്റും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് അന്നാണ് സത്യം പറഞ്ഞാൽ കല്യാണമാണെന്നുള്ള കാര്യം ഞാൻ പറഞ്ഞത്. കുറേ പേര് ലൈവ് പോണ സമയത്തും അല്ലാതെയൊക്കെ കമൻസിലൂടെയും ഇൻസ്റ്റ ത്രൂ മെസ്സേജൊക്കെ കുറേ പേര് എന്നോട് ചോദിക്കുന്നുണ്ടായിരുന്നു, എന്നാ ചേച്ചി കല്യാണം, ഡേറ്റ് എടുത്തോ, ഇയർ ഉണ്ടോ, നെക്സ്റ്റ് ഇയർ ആണോ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞ സർപ്രൈസ് ആയിട്ട് വെച്ചേക്കുവാണ്, അപ്പോൾ ഡേറ്റൊക്കെ നിങ്ങൾ ഉടനെ അറിയുമെന്ന്. അപ്പോഴും മുന്നേ അത് റിവീൽ ചെയ്യേണ്ട ഒരു ടൈം ആകുമ്പോഴത്തേക്ക് ചെയ്യാമെന്നായിരുന്നു എൻ്റെ ഒരു പ്ലാനൊക്കെ. അങ്ങനെ ലൈവൊക്കെ നമ്മൾ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ, കല്യാണത്തിന് ലൈവ് ഉണ്ടായിരുന്നു. അപ്പം നിങ്ങളത് കണ്ടെന്ന് വിചാരിക്കുന്നുണ്ട്. പിന്നെ അത്യാവശ്യം നല്ല രീതിയിൽ തിരക്കായതുകൊണ്ടാണ് എനിക്ക് വീഡിയോസ് ഒന്നും എഡിറ്റ് ചെയ്തിടാൻ പറ്റാഞ്ഞത്. പിന്നെ ഞാൻ കുറച്ച് വീഡിയോസ് അന്ന് എടുത്ത് വെച്ചിട്ടുള്ളത് ഇനിയിപ്പോൾ എഡിറ്റ് ചെയ്ത് അങ്ങോട്ട് ഇടുകയാണ് കേട്ടോ. ഇതിപ്പം ഹൽദിയുടെ തലേ ദിവസം എടുക്കുന്ന വീഡിയോ ആണ്. അപ്പോൾ എനിക്ക് മെഹന്തി ഇടാൻ വേണ്ടിയിട്ട് ഇതാണ്ട് ഒരാൾ ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പം ഞാൻ ആളെ കണ്ടതും ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് ഞാനൊരു ഷോർട്ട് വീഡിയോയിൽ പറയുന്നുണ്ട്. ഇൻസ്റ്റ ത്രൂ ആണ് ഞാൻ ആളെ കോൺടാക്ട് ചെയ്യുന്നത്. അങ്ങനെ ആൾ തന്നെ വീട്ടിൽ വന്നിട്ട് ഹൽദിയുടെ തലേ ദിവസം എനിക്ക് മെഹന്തിയൊക്കെ ഇട്ട് സെറ്റാക്കി തന്നിട്ടുണ്ട് കേട്ടോ. ഇതിപ്പം വീട്ടിലെ ഡെക്കറേഷനാണ് ഇപ്പോൾ കാണുന്നത്. അപ്പോൾ തൊട്ടടുത്ത ദിവസം ഹൽദി നമ്മുടെ വീട്ടിൽ വെച്ചിട്ടാണ്, റിസപ്ഷൻ നമ്മൾ ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഹൽദിക്ക് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളാണ് ഇപ്പോൾ ഈ കാണുന്നത്. നമ്മൾ അമ്മയുടെ ഗാർഡൻ എന്ന് വേണമെങ്കിൽ തന്നെ പറയാം കേട്ടോ. മൊത്തം ലൈറ്റും കാര്യങ്ങളൊക്കെ ഇട്ട് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇപ്പോൾ അത്യാവശ്യം ഒരു എന്താ പറയേണ്ട, ഒരു കല്യാണ വീടിൻ്റെ ഒരു വൈബൊക്കെ ആയിട്ടുണ്ട്. പിന്നെ നമ്മുടെ റിലേറ്റീവ്സൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഈ സമയത്തുണ്ടല്ലോ എല്ലാവരും ഉറക്കമായിട്ടുണ്ടായിരുന്നു. രാത്രി ഒരു 12 മണി സമയത്ത് ഞാൻ എടുക്കുന്ന വീഡിയോ ആണ്. അതായത് നമ്മുടെ ശ്രുതിയും പവറൊക്കെ മുകളിലുണ്ട്, ഞാൻ പിന്നെ താഴേക്ക് ഇറങ്ങി വന്നു. എനിക്കാണ് ആ മെഹന്തി എത്ര കണ്ടിട്ടും അങ്ങോട്ടും മതിയാവുന്നില്ല. അങ്ങനെ പിന്നെ അതും കൊണ്ടുവന്ന് ഞാനിങ്ങനെ സ്റ്റേജൊക്കെ ഇങ്ങനെ നിന്ന് ആസ്വദിക്കുമായിരുന്നു. നാളെ ഇതേ സമയം ഇവിടെ മൊത്തം ആളുകളായിരിക്കും എന്നൊക്കെ ഞാനിങ്ങനെ ആലോചിച്ചു കേട്ടോ. കാരണം ഈ സമയത്തൊക്കെ ഫംഗ്ഷൻ കഴിയുന്ന ഒരു സമയത്തിലാവത്തുള്ളൂ. അങ്ങനെ എന്തായാലും അവിടെ നിന്ന് കുറച്ച് നേരം കുറച്ച് വീഡിയോസൊക്കെ എടുത്തു. എന്നിട്ട് കുറേ നേരം നിന്ന് ഇങ്ങനെ ഓരോന്ന് ആലോചിച്ച് നിൽപ്പായിരുന്നേ. മൊത്തത്തിൽ പറഞ്ഞാൽ ഞാൻ വിചാരിച്ച കണക്ക് നല്ല അടിപൊളിയായിട്ട് എനിക്ക് മെഹന്തി ഇട്ട് തന്നു. ഞാൻ ഒരുപാട് ആഗ്രഹിച്ചായിരുന്നു കല്യാണത്തിന് നല്ല അടിപൊളിയായിട്ട് മെഹന്തി ഇടണമെന്ന്. അങ്ങനെ അതൊക്കെ ഏകദേശം സെറ്റായി, പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി എന്താ പരിപാടി എന്ന് വെച്ചാൽ പ്രത്യേകിച്ച് പരിപാടികളൊന്നുമില്ല. നാളെ കുറച്ച് നേരത്തെ എണീക്കണം എന്ന് വിചാരിക്കുന്നുണ്ട്. പക്ഷേ ഞങ്ങളുടെ കാര്യമാണ്, അതായത് എൻ്റെ ശ്രുതിയുടെയും പവറിൻ്റെയും കാര്യമാണ്. ഞങ്ങൾ മൂന്നുപേരും കൂടി ഒത്തു ചേർന്ന് കഴിഞ്ഞാൽ ഒന്നിനും അങ്ങോട്ട് സമയം കിട്ടത്തില്ല. കാരണം ഇരുന്നിരുന്ന് ഇങ്ങനെയെങ്കിലും സമയം പോകും, സംസാരിച്ച് അങ്ങനെയൊക്കെ അങ്ങ് സമയം പോകും. അപ്പോൾ ഇതാണ് എൻ്റെ മെഹന്തിയുടെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. അതായത് ഫുൾ ഹാൻഡാണ് ഞാൻ ഇട്ടേക്കുന്നത്. ഈ ഒരു ഡിസൈനാണ് കേട്ടോ. ഞാൻ ആളോട് പറഞ്ഞ ഡിസൈൻ ചെയ്ത ആളെനിക്ക് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ കാലിലും ഞാൻ കുറച്ച് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതൊരു ഓവർനൈറ്റ് വെക്കണം, എന്നാലും നല്ല അടിപൊളിയായിട്ട് സ്റ്റെയിനായിട്ട് വരത്തുള്ളൂ. പിന്നെ വേറൊരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണെങ്കിൽ, എൻ്റെ കല്യാണത്തിന് ഞാൻ ആഗ്രഹിച്ച പോലെ കാര്യങ്ങളെല്ലാം എനിക്ക് ചെയ്യാൻ പറ്റിയെന്നുള്ളതാണ് കേട്ടോ. ഈ നെയിൽ എക്സ്റ്റൻഷനൊക്കെ ആദ്യമൊക്കെ ഞാൻ ചെയ്യണമെന്ന് വിചാരിച്ചു, പിന്നെ വേണ്ടേ എന്നുള്ളൊരു കൺഫ്യൂഷനായിരുന്നു. പിന്നെ എല്ലാവരും എന്നോട് പറഞ്ഞു, കല്യാണം എന്ന് പറയുന്നത് ലൈഫിൽ ഒറ്റവട്ടം നടക്കുന്ന ഒരു സംഭവമാണ്. അത് ഇതുപോലെ ഓരോന്ന് ചെയ്യാതിരുന്നിട്ട് പിന്നെ അത് അയച്ച് റിഗ്രറ്റ് ചെയ്യരുത്. അത് അയ്യോ അന്ന് എനിക്ക് ചെയ്യാൻ പറ്റിയില്ല. കാരണം എൻ്റെ എൻഗേജ്മെൻറ്റിന് എനിക്ക് അങ്ങനെ പല കാര്യങ്ങളും ഇങ്ങനെ മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആ കുറവുകളെല്ലാം ഞാൻ എൻ്റെ കല്യാണത്തിന് പരിഹരിച്ചിട്ടുണ്ട്. ഞാൻ ആഗ്രഹിച്ച കണക്കൊക്കെ എനിക്ക് ചെയ്യാൻ പറ്റിയെന്ന് അർത്ഥം. അപ്പോൾ അതായിരുന്നു ഹൽദിക്ക് തലേ ദിവസം വരെയുള്ള വിശേഷങ്ങൾ. പിന്നെ എന്താണ്, ഞാൻ കുറച്ച് കുഞ്ഞു ക്ലിപ്സ് ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ വരാൻ പോകുന്ന വീഡിയോസിൻ്റെ അപ്ഡേറ്റ്സ് ആണ് കേട്ടോ ഞാനിപ്പോൾ തരുന്നത്. വീഡിയോസിനോട് വെയിറ്റ് ചെയ്യുക. ഹൽദി, റിസപ്ഷൻ, അതുപോലെ തന്നെ നമ്മുടെ കല്യാണ ദിവസത്തെ വ്ളോഗ് ഉടനെ നമ്മുടെ ചാനലിൽ ഞാൻ സമയം പോലെ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും ഇതുവരെയുള്ള വിശേഷങ്ങളൊക്കെ നിങ്ങൾ കണ്ടെന്ന് വിചാരിക്കുന്നുണ്ട്. നല്ല അടിപൊളി വീഡിയോസിന് വീണ്ടും വരുന്നതായിരിക്കും. ടാറ്റ. മറക്കണ്ട, ഡെയിലി 9 മണിക്ക് ഷോർട്സും ഇൻസ്റ്റാഗ്രാമിൽ റീൽസ് അപ്ലോഡ് ചെയ്യുന്നതാണ്. ചെക്ക് ചെയ്ത് നോക്കുക. ബൈ.